ശരിക്കും എനിക്കിപ്പോൾ ബിഗ് ബോസ് കണ്ട് റിവ്യൂ ചെയ്യാൻ തോന്നാറില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ റിവ്യൂ ചെയ്യാഞ്ഞത്. അത് മാത്രമല്ല, മെന്റലി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം, പെർഫെക്റ്റ് ആണ്, നിങ്ങൾക്ക് മെന്റലി വേറെ പ്രശ്നമൊന്നും ഇല്ല, സ്ട്രഗിൾസ് ഒന്നും ഇല്ല, സ്ട്രെസ്സോ ആങ്സൈറ്റിയോ ഒന്നും ഇല്ലെങ്കിൽ മാത്രം ഇതൊക്കെ ലൈവ് കാണുക. അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൻ്റെ ആ ഒരു, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമാധാനം കളഞ്ഞ് നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കണ്ട് കാശുണ്ടാക്കാനാണെങ്കിലും, കാശുണ്ടാക്കാനല്ല, വെറുതെ എന്റർടൈൻമെന്റ് ആണെങ്കിലും, ഇതൊക്കെ വെറും ഭ്രാന്ത് പിടിക്കുന്ന പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ നെവിന്റെയും അക്ബർ, ആര്യൻ, ഇവരെ മൂന്ന് പേരെയും എനിക്കിപ്പോൾ ഒരു തരി പോലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ ശരിയാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അക്ബറോ ആര്യനോ നെവിനോ ഒന്നും പുറത്ത് ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. അവരൊക്കെ വളരെ നല്ല മനുഷ്യരായിരിക്കും, നല്ല ക്യാരക്ടറും ആയിരിക്കും. പക്ഷെ ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിക്കുന്നത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഇവരെങ്ങനെ പെരുമാറുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടില്ല, ഒട്ടും ഇഷ്ടപ്പെടില്ല. അപ്പൊ ചോദിക്കും, ഓ നിങ്ങൾ അനുമോളുടെ PR, നിങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനുമോളെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള റീസൺ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അവർ വലിയ കാശുകാരാണ്, അല്ലെങ്കിൽ അവർ ഭയങ്കര PR കൊടുത്തിട്ടുണ്ട്, അവർ വലിയൊരു സെലിബ്രിറ്റിയാണ്. ഈ ഒരു ബിഗ് ബോസിൽ ഈ സീസണിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വന്നിട്ടുള്ള ഒരു വ്യക്തി അനുമോൾ തന്നെയാണ്. ഇപ്പോൾ അപ്പാനി ശരത്ത് വലിയ നടനാണെന്ന് പറഞ്ഞാൽ ശരി, അനുമോളുടെ അത്രയും ഒന്നും ഫേമസ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ അവിടെ വരും. എന്തോ ആയിക്കോട്ടെ, അനുമോള് 50 ലക്ഷത്തിന്റെ PR കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും അവർ ആ ബിഗ് ബോസ് ഹൗസിൽ ഒന്നും ചെയ്യാതെ നിന്നിട്ടല്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവര് അപ്സ് ആൻഡ് ഡൗൺസ്, അതായത് കുറെ നല്ലത് ചെയ്തിട്ടുണ്ട്, കുറെ ഡ്രാമ കാണിച്ചിട്ടുണ്ട്, കുറെ തെറ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് അലിഗേഷൻസ് പലരിടത്തും കാണിച്ചിട്ടുണ്ട്. ഇതിന് ഓരോ തവണയും നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്, ഓക്കെ ഇത് ഇങ്ങനൊരു ആരോപണം ശരിയല്ല, അത് അനുമോൾ അവിടെ പറയണ്ടായിരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിലും ഇത് തെറ്റിപ്പോയി, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു.